വചനം ധ്യാനിക്കുമ്പോൾ ഹല്ലേലൂയ. വലിയ ആനന്ദത്തോടെ നമുക്ക് ഒന്നു ചേർന്ന് കർത്താവിനൊരു മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. വളരെ സന്തോഷത്തോടെയാണ് ദൈവവചനവുമായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. ക്രിസ്മസ് എല്ലാം വളരെ സന്തോഷത്തോടെ നമ്മൾ ആഘോഷിച്ചു. പുതുവർഷത്തിനായി നമ്മളെല്ലാം ആകാംക്ഷയോടെ ഒരുങ്ങുകയാണ്, കാത്തിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, 2-ാം സങ്കീർത്തനം 8-ാം തിരുവചനത്തിൽ നീ എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും, ഭൂമിയുടെ അതിരുകൾ ഞാൻ നിനക്ക് അധീനമാക്കും. വളരെ പവർഫുള്ളായ ഒരു വാഗ്ദത്തമാണിത്. വീണ്ടും ദൈവം വാഗ്ദത്തം ചെയ്യുകയാണ്, ഭൂമിയുടെ അതിരുകൾ ഞാൻ നിനക്ക് അധീനമാക്കും. ഈ വിഷയത്തുള്ള ബന്ധത്തിലാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുവാനായിട്ട് പോകുന്നത്. നവസുവിശേഷവൽക്കരണത്തെക്കുറിച്ച് ഞാൻ വീണ്ടും ആത്മാവിൽ പറയട്ടെ, ഈ 2012 ഈ വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ ഈ ഒരു മെസ്സേജ് കർത്താവ് നമുക്ക് തരുന്നതിൽ സ്വർഗത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. 2012 എന്തുകൊണ്ടും അത് വലിയ ദൈവാനുഗ്രഹത്തിന്റെ വർഷമാണ്. വളരെ ശക്തമായ അളവിൽ പരിശുദ്ധാത്മാവ് ഈ വർഷത്തിൽ സഭയോട് ഇടപെടാനായിട്ട് പോവുകയാണ്. ജനപദങ്ങളിലേക്കും മാനവകുലം മുഴുവനിലേക്കും സുവിശേഷത്തിന്റെ ശക്തി ആഞ്ഞു വീശുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവമക്കളെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പുണ്യപിതാവേ, കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കാലഘട്ടത്തിന് അഭിഷേകം പകരണമേ. 2011 ഈ അവസാന ദിനങ്ങളിൽ ഞങ്ങൾ എത്തി നിൽക്കുമ്പോൾ ഈ വർഷം ഞങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും തൊഴിൽ മേഖലകളിലും പഠനത്തിലും ആത്മീയ ശുശ്രൂഷ തലങ്ങളിലെല്ലാം അങ്ങ് ചൊരിഞ്ഞ നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ്. 2012 പുതുവർഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. കർത്താവേ, ഏറെ അനുഗ്രഹത്തിന്റെ വർഷമായി, അഭിഷേകത്തിന്റെ വർഷമായി, ദൈവിക പരിശുദ്ധിയിൽ ദൈവമേ നിന്നോടുകൂടെ നടക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും കരങ്ങൾ നീട്ടി അഭിഷേകം ചെയ്യണമേ. ഈ പുതുവർഷത്തിൽ ഒരു പുത്തൻ അഭിഷേകത്തിന്റെ നിറവ് സ്വീകരിക്കുവാൻ അങ്ങനെ ജനതകളെയും രാജ്യങ്ങളെയും ദേശങ്ങളെയും ഭൂഖണ്ഡങ്ങളെയും യേശുവിനായി ഞങ്ങൾ അവകാശപ്പെട്ട് ചോദിക്കുകയാണ്. സുവിശേഷത്തിന്റെ സ്വാധീനം എല്ലാ മണ്ഡലങ്ങളിലേക്കും ഒഴുകപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആവശ്യങ്ങൾ അനുഗ്രഹിക്കുന്നു. ഒരു പുതിയ അഭിഷേകം, പുതിയ ശക്തി, പുതിയ കൃപ ഓരോ ജീവിതങ്ങളിലേക്കും ദൈവമേ അങ്ങ് പകരണം. യേശുവിന്റെ നാമത്തിൽ സഭയോടും സ്വർഗത്തോടും ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ലോകരാജ്യങ്ങളിൽ വെളിപ്പെടാൻ പോകുന്ന അഭിഷേകത്തിന്റെ പകർച്ചയെ കണ്ടുകൊണ്ട് ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഭൂഖണ്ഡങ്ങളിലേക്ക്, ദേശങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക്, സഭാ സമൂഹങ്ങളിൽ നിന്ന് ലോകം മുഴുവനിലേക്കും വ്യാപരിക്കാൻ പോകുന്ന ആത്മീയ ഉണർവിനെ കണ്ടുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മ നിറവോടെ കർത്താവിന്റെ തിരുനാമത്തെ നമുക്കൊന്നു ചേർന്ന് പാടി മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കൃപ വർഷിക്കണമേ, അഭിഷേകം പകരണമേ. നവസുവിശേഷ വൽക്കരണത്തിന്റെ ശുശ്രൂഷകരായി ഞങ്ങൾ മാറുവാൻ ഒരു പുതിയ അഭിഷേകത്തിന് അഗ്നിയായി പരിശുദ്ധാത്മാവേ ഞങ്ങൾ ആത്മാവിനെ ജ്വലിപ്പിക്കണമേ. ഹല്ലേലൂയ. എല്ലാ ജനതകളിൽ മേലും സുവിശേഷാഗ്നി പടരട്ടെ. എല്ലാ ജനതകളിലും ആത്മനിറവോടെ മക്കളെ അഭിഷേകം ഒഴുകപ്പെടുകയാണ്. ലോകരാജ്യ തലവന്മാർ സുവിശേഷം
അറിയട്ടെ. അറിയട്ടെ. എല്ലാ ഭൂഖണ്ഡങ്ങളിലും സുവിശേഷാഗ്നി പടരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ. ഭൂഖണ്ഡങ്ങളെയും ജനപദങ്ങളെയും രാജ്യങ്ങളെയും ദേശങ്ങളെയും ഭരണകൂടങ്ങളെയും ഭരണാധികാരികളെയും എല്ലാം പരിശുദ്ധ ദൈവത്തിന് സമർപ്പിച്ച് ഏറ്റുപാട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഈ തലങ്ങളിലെല്ലാം കാലുകളുടെ അഭിഷേകമായി കത്തിപ്പടരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കും മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജനകോടികളുടെ മേൽ കരങ്ങൾ നീട്ടണമേ. അഭിഷേകത്തിന്റെ ഹല്ലേലൂയ. സുവിശേഷത്തിൽ കുടുംബതലങ്ങളിൽ, സഭാമണ്ഡലങ്ങളിൽ, ലോകം മുഴുവനിലും സുവിശേഷാഗ്നി കത്തട്ടെ, കത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അഭിഷേകം ചെയ്യണമേ. പടരട്ടെ. കരങ്ങൾ ഉയർത്തി അഭിഷേകത്തെ സ്വീകരിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗം പകർത്തി അഭിഷേകത്തെ ഏറ്റെടുക്കുക മക്കളെ. ഇത് അനേകം കുടുംബങ്ങളിലേക്ക്, അനേകം ജീവിതങ്ങളിലേക്ക്, അനേകം കുഞ്ഞുങ്ങളിലേക്ക്, യുവജനങ്ങളിലേക്ക്, ദമ്പതികളിലേക്ക്, ബഹുമാനപ്പെട്ട വൈദികരിലേക്ക്, സിസ്റ്റേഴ്സിലേക്ക്, അനേകം ജീവിത സാഹചര്യങ്ങളുടെ മേൽ ഇതാ കർത്താവ് അഭിഷേകത്തിന് കരങ്ങൾ നീട്ടുന്നു. സ്വീകരിച്ചു പ്രാർത്ഥിക്കും മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രവർത്തിക്കണമേ കർത്താവേ. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അവിടുത്തെ വചനത്തെ സ്ഥിരീകരിക്കണമേ. അവിടുത്തെ ആലോചനകളെ, ഉദ്ദേശങ്ങളെ സ്ഥിരീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം ഒഴുകട്ടെ, പെരുമഴ പോലെ പെയ്യട്ടെ, നദി പോലെ ഒഴുകട്ടെ, ജീവിതങ്ങളിലേക്ക് ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നവസുവിശേഷവൽക്കരണത്തിന്റെ അഭിഷേക കാറ്റ് ലോകം മുഴുവൻ ആഞ്ഞടിക്കട്ടെ. റിലീസ്, റിലീസ്. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പിതാവേ, പരിശുദ്ധാത്മാവിലായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമേ, വിശുദ്ധ ഔസേപ്പേ, സകല വിശുദ്ധരെ, ഈ ആത്മീയ ശുശ്രൂഷകൾക്കായി ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമായി പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ. നവസുവിശേഷവൽക്കരണത്തെ കുറിച്ചാണ് ഇന്ന് പരിശുദ്ധാത്മ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്. 2012 വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തന്നെ ഈ വിഷയം നമ്മൾ പഠിക്കുന്നതും ഇതിന്റെ ശുശ്രൂഷകരായി നമ്മുടെ ജീവിതങ്ങളെ കർത്താവിനെ സമർപ്പിക്കുന്നതും ഏറ്റവും അനുഗ്രഹപ്രദമാണ്. ആഗോള സഭ ഈ വർഷം നവസുവിശേഷവൽക്കരണത്തിന്റെ വർഷമായി ആചരിക്കുകയാണ്. സീറോ മലബാർ സഭ ഈ വർഷം പ്രേക്ഷിത വർഷമായി ആചരിക്കുകയാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കർത്താവ് അപ്പോസ്തലന്മാരെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു. 4 സുവിശേഷകരും ഒരുപോലെ ഇത് രേഖപ്പെടുത്തിയിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന്റെ പ്രാധാന്യം നമുക്ക് ശരിക്കും മനസ്സിലാക്കാം. ഒരുപോലെ 4 സുവിശേഷങ്ങളിലും പരിശുദ്ധാത്മാവ് ഇത് വളരെ വ്യക്തമായി എഴുതി വെച്ചിരിക്കുകയാണ്. മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ യേശു അപ്പോസ്തലന്മാരെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ. ലോകമെങ്ങും പോയി, ഭൂമിയുടെ അതിർത്തികൾ വരെ പോയി സകല സൃഷ്ടികളോടും, ഇതാണ് യേശുവിന്റെ കൽപ്പന, എല്ലാ സൃഷ്ടികളോടും നിങ്ങൾ സുവിശേഷം പ്രഘോഷിക്കുവിൻ. ഇത് തന്നെ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വചനങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. കാലത്തിന് അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. വീണ്ടും ലൂക്കായുടെ സുവിശേഷം
24 അധ്യായം 47, 48 തിരുവചനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ വീണ്ടും നമുക്ക് കാണുവാൻ കഴിയും. യേശു അപ്പോസ്തലന്മാരോട് പറഞ്ഞു, പാപമോചനത്തിനുള്ള അനുതാപം അവന്റെ നാമത്തിൽ ജെറുസലേമിൽ നിന്ന് ആരംഭിച്ച് എല്ലാ ജനതകളോടും, ശ്രദ്ധിക്കണം, സകല ജനതകളോടും, എല്ലാ സൃഷ്ടികളോടും, ലോകം മുഴുവനോടും നിങ്ങൾ പ്രഘോഷിക്കണം. നിങ്ങൾ വ്യക്തി സാക്ഷികളാണ്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായം 21 തിരുവചനത്തിൽ യേശു ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, എന്തുമാത്രം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കൽപ്പനയാണിത്. സഭയുടെ സാർവത്രികമായ ദൗത്യം, യൂണിവേഴ്സൽ മിഷൻ നമുക്കിവിടെ കാണുവാൻ കഴിയും. സഭയ്ക്ക് ദൗത്യം ലഭ്യമായത് കർത്താവിന്റെ കൽപ്പനയിൽ നിന്ന്. ഈ കാലഘട്ടത്തിലെ ദൈവമക്കളായ നമ്മൾ സുവിശേഷവൽക്കരണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 മാർപ്പാപ്പ ആഗോള സഭയിൽ ഈ വർഷം നവസുവിശേഷവൽക്കരണമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാർപ്പാപ്പ പറഞ്ഞു, നവസുവിശേഷവൽക്കരണത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിലാ ലോകം മുഴുവൻ സുവിശേഷ പ്രഘോഷണത്തിനായി തുറന്നു കിടക്കുകയാണ്. ഈ കാലഘട്ടത്തിന് പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് സുവിശേഷ വേലയ്ക്കായി, ഒരു പുതിയ സുവിശേഷവൽക്കരണത്തിനായി നമ്മളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതങ്ങളെ കർത്താവിനെ ഏൽപ്പിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകണം. നവസുവിശേഷവൽക്കരണത്തോടെ ബന്ധത്തിൽ പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 മാർപ്പാപ്പ വിളിച്ചുകൂട്ടിയ, ആ പൊന്തിഫിക്കൽ കൗൺസിൽ വിളിച്ചുകൂട്ടിയ ഒരു മീറ്റിംഗിൽ മാർപ്പാപ്പ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, നവസുവിശേഷവൽക്കരണത്തിന്റെ ശുശ്രൂഷകർക്കുണ്ടായിരിക്കേണ്ട ഒരു വലിയ ഗുണത്തെക്കുറിച്ച്. മാർപ്പാപ്പ ഇപ്രകാരമാണ് പറഞ്ഞത്, ദൈവത്തെ പറ്റി സംസാരിക്കാൻ ദൈവത്തോട് സംസാരിക്കുന്നവരാകണം. നവസുവിശേഷവൽക്കരണത്തിന്റെ ശുശ്രൂഷകർക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും പരമപ്രധാനമായ യോഗ്യത എന്ന് പറയുന്നത് അവർ ദൈവത്തെ പറ്റി സംസാരിക്കുന്നവരാ. ഈ ലോകത്തോട്, ഭൂഖണ്ഡങ്ങളോട്, ജനപദങ്ങളോട് ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നവരാ. അവർ ദൈവത്തോട് സംസാരിക്കുന്നവരാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യരായിട്ട് മാറണം. പ്രിയ ദൈവമക്കളെ, 2000 വർഷമായി കർത്താവ് ഈ മിഷൻ സഭയ്ക്ക് നൽകിയിട്ട്, എന്നാൽ മാനവകുലം മുഴുവനെയും നമ്മൾ വെച്ച് നോക്കുമ്പോൾ പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സഭയുടെ മിഷണറി ദൗത്യത്തെ പറ്റി ഇറക്കിയ ഒരു ചാക്രിക ലേഖനമുണ്ട്. മലയാളത്തിൽ അതിന്റെ രക്ഷകന്റെ മിഷൻ എന്ന് പറയും. ആ ചാക്രിക ലേഖനത്തിൽ പരിശുദ്ധ പിതാവ് വളരെ ശക്തമായ ഭാഷയിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. 2000 വർഷങ്ങൾ കഴിഞ്ഞ് കർത്താവ് ഈ ദൗത്യം ഏൽപ്പിച്ചിട്ടെങ്കിലും ഇനിയും ഈ ദൗത്യം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ലെന്ന് മാത്രമല്ല, തുടങ്ങിയെടുത്ത് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. നമ്മൾ ഇനിയും അധിക ദൂരം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. പരിശുദ്ധ പിതാവിന്റെ വാക്കുകൾ ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായിരിക്കുകയാണ്. ദൈവമക്കളെ, ഇന്ന് സുവിശേഷത്തിന് ഒരുപാട് വെല്ലുവിളികളുണ്ട്. നമ്മൾ ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ സുവിശേഷത്തിന് ഒരുപാട് വെല്ലുവിളികളുണ്ട്. സാംസ്കാരികമായും സാമൂഹികമായും ശാസ്ത്ര സാങ്കേതികമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും ഒരുപാട് വെല്ലുവിളികൾ നവസുവിശേഷവൽക്കരണത്തിനുണ്ട്. എന്നാൽ ഈ വെല്ലുവിളികൾക്കൊന്നും സുവിശേഷത്തിന്റെ ശക്തിയെ കെടുത്തിക്കളയുവാൻ സാധ്യമല്ല. കാരണം സുവിശേഷം ലോകത്തെ മാറ്റിമറിച്ച സന്ദേശമാണ്. ഇന്നും സുവിശേഷം ലോകത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ! ക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത സുവിശേഷത്തിന് മാത്രമാണ് ദൈവമക്കളെ ഈ ലോകത്തെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇന്ന് എന്തുകൊണ്ടാണ് ഈ ലോകം ഇതുപോലെ ആയിരിക്കുന്നത്? ഇന്നത്തെ ആധുനിക മനുഷ്യന്റെ മുൻപിൽ ഒരുപാട് വെല്ലുവിളികളുണ്ട്.
അവന്റെയും അവളുടെ ഹൃദയത്തിൽ ഒരുപാട് സംശയങ്ങളുണ്ട്. എന്നാൽ ഇതിന്റെ എല്ലാം ഏക ഉത്തരം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ സുവിശേഷമാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 9-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ആത്മപ്രേരിതനായി വിളിച്ചു പറഞ്ഞു. എന്താ പൗലോസ് ശ്ലീഹ പറഞ്ഞത്? ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല. പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകൾ മറ്റേത് കാലഘട്ടത്തെക്കാൾ ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണ്. ഇത് നമ്മുടെ അകത്തോട്ട് കയറണം ദൈവമക്കളെ. ഇത് നമ്മുടെ ആത്മാവിലേക്ക് അഭിഷേകമായി നമ്മൾ സ്വീകരിക്കണം. 2012 ഈ പുതുവർഷത്തിന്റെ ആരംഭത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ ഈ സത്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതിന് കാരണം ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി സുവിശേഷ പ്രഘോഷണത്തിനായി ദൈവരാജ്യ വിസ്തൃതിക്കായി അനേകം ജീവിതങ്ങൾ സഭയിൽ നിന്ന് എഴുന്നേൽക്കണം. പൗലോസ് ശ്ലീഹ പറയാണ്, ഞാൻ സുവിശേഷം പ്രഘോഷിക്കുന്നുവെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഇതിൽ സുവിശേഷം പ്രഘോഷിക്കുന്നവരുണ്ട്. വ്യത്യസ്തമായ മേഖലകളിൽ ദൈവവേല ചെയ്യുന്ന പല ശുശ്രൂഷകരും ഈ മഹത്വത്തിന് സാന്നിധ്യം എന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്റെ പ്രിയ സഹോദര സഹോദരി, കർത്താവ് നമ്മളോട് പറയാ, സുവിശേഷ വേലയ്ക്കായി ദൈവം നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു പ്രിവിലേജ് അല്ല, അത് നമ്മുടെ മേന്മ കൊണ്ടല്ല, അത് നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ്. ഇതാ പൗലോസ് പറയുന്നത്. അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല. അത് എന്റെ ശ്രേഷ്ഠത കൊണ്ടല്ല, അത് എന്റെ പുണ്യം കൊണ്ടല്ല. പൗലോസ് ശ്ലീഹ വീണ്ടും പറയുകയാണ്, അത് എന്റെ കടമയാണ്. പ്രിയ സഹോദര സഹോദരി, മാമൂദീസ് എന്ന് കുദാശ സ്വീകരിച്ച് ക്രിസ്തുവിന്റെ സഭയോട് ചേർക്കപ്പെട്ട ഓരോ വിശ്വാസിയുടെയും ഓരോ ദൈവ പൈതലിന്റെയും വലിയ ഉത്തരവാദിത്തമാണ് സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത്. ഇത് അനേകർക്ക് തെറ്റായ ഒരു ധാരണയുണ്ട്. സുവിശേഷം പ്രഘോഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ബഹുമാനപ്പെട്ട വൈദികർക്കും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും അല്ലെങ്കിൽ അതിന് പ്രത്യേകമായി വിളിച്ച് വേർതിരിക്കപ്പെട്ടവർക്കും മാത്രം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണെന്ന്. അത് ശരിയായ ഒരു ചിന്താഗതിയല്ല. യേശുവിന്റെ സഭയോട് ചേർക്കപ്പെട്ട യേശുവിന്റെ ശരീരത്തിൽ അവയവങ്ങളായ ഓരോ ദൈവ പൈതലിന്റെയും ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്, കടമയാണ് സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത്. നമ്മൾ ഓരോരുത്തരും സുവിശേഷത്തിന്റെ വാഹകരായി സുവിശേഷ ശുശ്രൂഷകരായി മാറണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പൗലോസ് അതെന്റെ കടമയാണ്. വീണ്ടും പൗലോസ് പറയാണ്, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. എന്തോരം വലിയൊരു പ്രസ്താവന ഇത്. പൗലോസ് പറയും, ഞാൻ സുവിശേഷം പ്രഘോഷിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ദൈവമക്കളെ, സുവിശേഷീകരണത്തിന്റെ അർജൻസി നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് ഈ ലോകം നശിച്ചുകൊണ്ടിരിക്കുന്നത്? ലോകം യേശുവിനെ അറിയാത്തത് കൊണ്ട്. ഇവിടെയാണ് സുവിശേഷത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവരാജ്യത്തിനായി ഈ കാലഘട്ടവും ഈ തലമുറയും സ്വാധീനിക്കപ്പെടുവാൻ നമുക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? നമ്മളിങ്ങനെ പോയാൽ മതിയോ? നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി നമ്മളിങ്ങനെ പോയാൽ മതിയോ? കർത്താവിന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി, അവന്റെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി നമുക്ക് എത്ര പേർക്ക് നമ്മുടെ ജീവിതങ്ങളെ യഥാർത്ഥ സമർപ്പണത്തിലേക്ക് നയിക്കുവാനായിട്ട് കഴിയും? ഇവിടെ പൗലോസ് ശ്ലീഹ പറയാ, എനിക്ക് ദുരിതം ഞാൻ സുവിശേഷം പ്രഘോഷിക്കുന്നില്ലെങ്കിൽ. പൗലോസിന്റെ ആ തീഷ്ണത എന്നെ വല്ലാതെ സ്വാധീനിച്ച ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, നവസുവിശേഷവൽക്കരണം എന്ന് പറയുമ്പോൾ ഒരു പുതിയ സുവിശേഷത്തെ നമ്മൾ അവതരിപ്പിക്കുകയല്ല. ക്രിസ്തുവിന്റെ സുവിശേഷം പരിശുദ്ധാത്മാവിന്റെ പുത്തൻ അഭിഷേകത്താ ഈ ആധുനിക കാലഘട്ടത്തിനെ വെളിപ്പെടുത്തുന്നതാണ് നവസുവിശേഷവൽക്കരണം. പൗലോസിന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ആ സുവിശേഷത്തിന്റെ ഫയർ നമ്മളൊന്ന് മനസ്സിലാക്കുക. പ്രിയ ദൈവമക്കളെ, ഈ ഒരു ഭാരവും ഈ ഒരു സുവിശേഷത്തിന്റെ അഗ്നിയും നമ്മുടെ ആത്മാവിൽ കത്തി പടരുവാൻ ഈ പുതുവർഷത്തിന്റെ ആരംഭത്തിൽ കർത്താവ് അതിയായി ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനോട് പറഞ്ഞു, വചനം പ്രസംഗിക്കുക, പ്രീച്ച് ദ ഗോസ്പൽ, സുവിശേഷം പ്രഘോഷിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും
പ്രതികൂലമാണെങ്കിലും പ്രിയ ദൈവമക്കളെ, ഈ ആധുനിക കാലഘട്ടം സുവിശേഷത്തിന് ഒരുപാട് വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. എന്നാൽ ഞാൻ വീണ്ടും ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ഈ വെല്ലുവിളികൾക്കൊന്നും സുവിശേഷത്തിന്റെ ശക്തിയെ കെടുത്തിക്കളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ പിതാവിനെ കാണുവാൻ ഇന്ത്യയിൽ നിന്ന് പോയ മെത്രാൻ സംഘത്തെ നോക്കി ബെനഡിക്ട് 16 മാർപ്പാപ്പ ഇപ്രകാരം ഭാരത സഭയിലെ മെത്രാന്മാരോട് പറഞ്ഞു: പ്രതിബന്ധങ്ങൾ സുവിശേഷ പ്രഘോഷണത്തിന് തടസ്സമാകരുത്. ഒരുപാട് പ്രതിബന്ധങ്ങൾ ഇന്നുണ്ട്, പക്ഷെ ഈ പ്രതിബന്ധങ്ങളൊന്നും സുവിശേഷ പ്രഘോഷണത്തിന് തടസ്സമാകരുത്. ദൈവമക്കളെ, ഒരു പുതിയ സമർപ്പണത്തിലേക്ക് വാ. കർത്താവ് ഒരു പുതിയ അഭിഷേകം തരുവാൻ റെഡിയാണ്. ആരൊക്കെ ഒരു പുതിയ സമർപ്പണത്തിനായി നമ്മുടെ ജീവിതങ്ങളെ കർത്താവിനായി ഭരമേൽപ്പിക്കുന്നു, അവരിലേക്ക് സ്വർഗത്തിന്റെ മേൽത്തരം വീഞ്ഞ്, പുതിയ അഭിഷേകം കർത്താവ് പകരുകയാണ്. ഈ മിഷൻ കോളിനോട് പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്ത് ഒരിക്കൽ കൂടെ നമ്മുടെ ജീവിതങ്ങളെ കർത്താവിനായി ഭരമേൽപ്പിച്ചുകൊണ്ട് ദൈവം നൽകുന്ന ഈ അഭിഷേകത്തെ നമുക്ക് ഏറ്റുവാങ്ങാം. അതിനായി കർത്താവ് നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും പുതുവർഷത്തിന്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. കുഞ്ഞാടിൻ സ്നേഹത്തിൻ രൂപഭാവങ്ങൾ മാറ്റുന്ന സ്നേഹം, പാവനമാത്മാവിൽ മന്നയായി മാറും തിരുവോസ്തിരുവന്റെ സ്നേഹം. പരമപരിശുദ്ധനായ ദൈവം അൽത്താരയിൽ നമ്മെ അനുഗ്രഹിക്കുവാനും അഭിഷേചിക്കുവാനുമായി കടന്നു വന്നിരിക്കുകയാണ്. 2011 അവസാന ദിനങ്ങളിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഈ ഒരു വർഷം സ്വർഗ്ഗം നമ്മുടെ മേൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കായി നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഇരുകരങ്ങളും ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിലേക്ക് യാചനാപുരം നീട്ടിപ്പിടിക്കുക. വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ ആരാധനയുടെ അഭിഷിക്തമായ മണിക്കൂറുകളിൽ എന്റെ വ്യക്തിപരമായ ജീവിതത്തെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. ഈ മണിക്കൂറുകളിൽ എന്നെ വ്യക്തിപരമായി, എന്റെ കുടുംബത്തെ, എന്റെ സഭാ സമൂഹത്തെ, എന്റെ ജീവിതത്തിന്റെ സമസ്ത മണ്ഡലങ്ങളെ അവിടുത്തെ കരങ്ങൾ നീട്ടി അഭിഷേകം ചെയ്യണമേ. ആഗ്രഹിച്ചു പ്രാർത്ഥിക്കും മക്കളെ. ഇത് അഭിഷേകത്തിന്റെ പെരുമഴയായി പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിന് ഇറങ്ങി വരുന്നു, കുടുംബത്തിന് ഇറങ്ങി വരുന്നു. ഈ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കും. ആരൊക്കെ ഇതിനു വേണ്ടി ആഗ്രഹിക്കുന്നുവോ അവരിലേക്ക് ഇതാ കർത്താവ് തന്റെ പുതിയ ശക്തിയെ പകരുന്നു. ലോർഡ് റിലീസ്. അനേക മക്കളിലേക്ക് പകരുക. കർത്താവിൽ നിറയ്ക്കുക. നിന്റെ മക്കളെ നിറയ്ക്കുക. അനേകം കുടുംബങ്ങളെ നിറയ്ക്കുക. കുഞ്ഞുങ്ങളെ നിറയ്ക്കുക. യുവജനങ്ങളെ നിറയ്ക്കുക. ദമ്പതികളെ നിറയ്ക്കുക. ബഹുമാനപ്പെട്ട വൈദികരെയും സമർപ്പിതരെയും കർത്താവിൽ നിറയ്ക്കുക. കരമുയർത്തി ആത്മാവിനെ വിളിക്കും മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ ഒരു നവസുവിശേഷവൽക്കരണത്തിനായി ലോകം ഇതുവരെ ദർശിക്കാത്ത വിധത്തിൽ സുവിശേഷത്തിന്റെ പുതിയ മാനങ്ങളെ കർത്താവേ നീ വെളിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിച്ച് പ്രാർത്ഥിക്കും മക്കളെ. പോരാ, സ്വരമുയർത്തി ആത്മാവിനെ വിളിക്കേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ഞങ്ങൾ അനോയിന്റ് ചെയ്യണമേ. ഒരു നവസുവിശേഷവൽക്കരണത്തിനായി, ലോക സുവിശേഷീകരണത്തിനായി കുടുംബങ്ങളെ, ജീവിതങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സുവിശേഷ പ്രവർത്തനത്തിനായി ദൈവം നൽകുന്ന റിസോഴ്സാണ്